പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഫെയ്ത്തിന്റെ സെഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫെയ്ത്തിന്റെ സെഷൻ ഇതിൽ പറയുന്നത് ലെവൽസ് ഓഫ് ഫെയ്ത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കും. ട്രാൻസ്ലേറ്റർ സിസ്റ്റർ അമിത, താങ്ക് യു ഫോർ ജോയിനിങ് ട്രാൻസ്ലേറ്റിംഗ്. ट्रांसलेट। आज हम विश्वास के स्तरों के बारे में बात करने जा रहे हैं। 7 प्रकार के विश्वास के स्तरों के बारे में आज हम प्रचार को सुनने जा रहे हैं। അപ്പൊ നമ്മളിത് കഴിഞ്ഞ 3 സെഷൻ നമ്മൾ എടുത്ത ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ലെവൽസ് ഓഫ് ഫെയ്ത്ത്. ഇത് തന്നെ നമ്മൾ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലെവൽസ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. അതേപോലെ തന്നെ മലയാളം ആൻഡ് ഹിന്ദി. ഇത് 2 സെഷനിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ട്യൂസ്ഡേ നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മലയാളം ആൻഡ് ഹിന്ദി തേഴ്സ്ഡേ. और हम लोग ये जो सत्र है, इसके 3 सत्र को हम कर चुके हैं विश्वास के स्तरों के बारे में। और हमने मंगलवार को किया था उसको अंग्रेजी में और हिंदी में, और आज के दिन हम लोग इसको कर रहे हैं मलयालम से हिंदी में। കഴിഞ്ഞ 3 സെഷൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ 7 ലെവൽസ് ഓഫ് ഫെയ്ത്ത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് ദ മെഷർ ഓഫ് ഫെയ്ത്ത്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ്. നമ്മുടെ 3ാമത്തെ സെഷൻ ജെനുവിൻ ഫെയ്ത്ത് ആണ്. 4ാമത്തെ സെഷൻ നമ്മൾ എടുക്കുന്നത് ജെനുവിൻ ഫെയ്ത്ത് ആണ് എടുക്കുന്നത്. और हमने पहले सत्र में हमने उस विश्वास के बारे में देखा था, अलग अलग स्तर के बारे में हमने 3 सत्र में सीखा है। और आज हम लोग एक विश्वास के दूसरे चौथे स्तर को हम लोग आज सीखने जा रहे हैं। നമ്മൾ ഫസ്റ്റ് സെഷൻ പറഞ്ഞിരിക്കുന്ന മെഷർ ഓഫ് ഫെയ്ത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സെഷൻ ദ ഡെത്ത് ഫെയ്ത്ത്. അതിൽ പറഞ്ഞിരുന്നത് ജെയിംസ് ചാപ്റ്റർ 2:7 യാക്കോബിന്റെ ലേഖനം 2:17 നമ്മൾ സംസാരിച്ചിരുന്നു. और हमने पहले जो विश्वास देखा था, विश्वास के माप के बारे में देखा था, उसमें एक मृत विश्वास के बारे में हमने देखा था। वो मृत विश्वास को हमने देखा था याकूब की पत्री 2 के 17वीं आयत में हमने उसके बारे में अच्छे से पढ़ा था। അതിൽ പറഞ്ഞ യാക്കോബിന്റെ ലേഖനം ഇതിൽ പറയുന്നത് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 12:3 ഇതിൽ പറയുന്നത് കഴിഞ്ഞാല് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവനും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയും. നമുക്ക് എല്ലാവർക്കും ഒരു നിശ്ചിത അളവ് ഫെയ്ത്ത് കർത്താവ് തന്നിട്ടുണ്ട് എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. तो याकूब की पत्री में हम क्या पढ़ सकते हैं? वहां पे लिखा हुआ है कि वहां पे इस प्रकार लिखा है कि कोई कहता है तुझे विश्वास है और मैं कर्म करता हूं, तो अपना विश्वास मुझे कर्म बिना तो दिखा, और मैं अपना विश्वास अपने कर्मों के द्वारा तुझे दिखाऊंगा। इस प्रकार लिखा हुआ है। मतलब परमेश्वर ने सबको अलग अलग प्रकार के उस विश्वास को दिया हुआ है। രണ്ടാമത്തെ ഫെയ്ത്ത് നമ്മൾ സംസാരിച്ച ഡെത്ത് ഫെയ്ത്താണ് നമ്മൾ രണ്ടാമത്തെ സംസാരിച്ചത്. और दूसरा विश्वास जो हमने बात किया था वो मरे हुए विश्वास के बारे में हमने बात किया था। ഡെത്ത് ഫെയ്ത്ത് നമ്മൾ ഉദാഹരണത്തിൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ബുക്ക് ഓഫ് ജെയിംസ് യാക്കോബിന്റെ ലേഖനം 2ാം അധ്യായം ഇതിൽ 17-ാം വാക്യം ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2:17 ഇതിൽ പറഞ്ഞു വെച്ചാല് അങ്ങനെ വിശ്വാസവും പ്രവൃത്തി ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. इसलिए वो लिखा हुआ है क्या कि याकूब की पत्री 2 के 17 में लिखा मरे हुए विश्वास के बारे में जो दूसरा है, वैसे ही विश्वास भी यदि कर्म सहित ना हो तो अपने स्वभाव में मरा हुआ है। അതാണ് പറയുന്നത്. വേഴ്സസ് 18 ബൈബിൾ സേസ് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2:18 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് 2ാം അധ്യായം 18-ാം വാക്യം പറയുന്നത് എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസം ഉണ്ട് എനിക്ക് പ്രവൃത്തികൾ ഉണ്ടോ എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. എന്തെങ്കിലും ചെയ്തിട്ട് കാണിച്ചു തരാം എന്ന് പൗലോസ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു. और वहां पर देख सकते हैं याकूब 2 के 18 में, वरन कोई कह सकता है तुझे विश्वास है और मैं कर्म करता हूँ, तू अपना विश्वास मुझे कर्म बिना तो दिखा और मैं अपना विश्वास अपने कर्मों के द्वारा तुझे दिखाऊंगा। याकूब अपने पत्रों में कह रहा है कर्मों के द्वारा मैं अपने विश्वास को दिखाऊंगा। ഇതാണ് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2:14 again saying യാക്കോബിന്റെ ലേഖനം 2ാം അധ്യായം 14-ാം വാക്യം പറയുന്നത് സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? നമുക്ക് പ്രവൃത്തി വേണം എന്ന് യാക്കോബിന്റെ ലേഖനം പറയുന്നു, വ്യക്തമായിട്ട് എല്ലാവരോടും പറയുന്നു. और याकूब 2 के 14 में क्या लिखा हुआ है? हे मेरे भाइयों, यदि कोई कहे कि मुझे विश्वास है पर वह कर्म ना करता हो तो इससे क्या लाभ? कैसा विश्वास कभी किसी का उद्धार कर सकता है? मतलब याकूब का पत्री स्पष्ट रूप से हमें ये बोलता है कि हमें कर्म चाहिए विश्वास के साथ। അതിന് എക്സാമ്പിൾ നമ്മൾ രക്തസാക്ഷിക്കാരി സ്ത്രീയുടെ നമ്മൾ ഉദാഹരണം എടുത്തിരുന്നു. ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ ഫെയ്ത്തിന് ആക്ഷൻ ചെയ്ത് കർത്താവിന്റെ വസ്ത്രത്തിൽ ടച്ച് ചെയ്ത് സൗഖ്യം പ്രാപിച്ചു. നമുക്കറിയാം അങ്ങനെ
കുരുടനായി വന്നു. ഇതിൻ്റെ ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്, അത് പറഞ്ഞില്ലെന്നുള്ളൂ. അപ്പൊ നമുക്ക് ബൈബിൾ വായിക്കുന്നതൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫെയ്ത്ത്, വിശ്വാസം വർദ്ധിക്കും. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, കുഷ്ഠരോഗികളായ ആ വ്യക്തി കർത്താവിന്റെ പുത്രനായ യേശുവെ എന്നെ കരുണ തോന്നണമേ എന്ന് മത്തായി സുവിശേഷം നമുക്കറിയാം ഒരു 8-ാം അധ്യായം പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഫെയ്ത്ത് ഇൻ ആക്ഷൻ. और हम देख सकते हैं कई सारे उदाहरण के लिए 12 साल से लहू बहाने वाली स्त्री के बारे में हमने देखा था कि कैसे उसने विश्वास के द्वारा उसने बोला कि मैं अगर यीशु मसीह के वस्त्र के छोर के को छू लूंगी तो मैं चंगी हो जाऊंगी, और वहां पे उसके विश्वास की वजह से वो चंगी हो गई। और काफी सारे ऐसे चमत्कार है जिसको हम देख सकते हैं। और हम देख सकते हैं एक अंधे व्यक्ति ने बोला, हे दाऊद के संतान मुझ पर दया कर, तब उसके कर्म के वजह से ही, उसके विश्वास की वजह से ही वो वहां पर चंगा हो पाया। കർത്താവിന്റെ വചനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്, രണ്ടാം ഇതില് ലിറ്റിൽ ഫെയ്ത്തിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഡെത്ത് ഫെയ്ത്തിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫെയ്ത്ത് ഇൻ ആക്ഷൻ, നമ്മൾ എന്തെങ്കിലും കൈകൊണ്ട് പ്രവൃത്തി ചെയ്യണം. പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ പ്രീച്ചിങ് നമ്മൾ വളരണമെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ചർച്ചിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ആൾക്കാരെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. പുറത്തു പോയിട്ടാണെങ്കിലും ചർച്ചിലാണെങ്കിലും ചർച്ച് ആക്ടിവിറ്റീസ് നമ്മൾ പങ്കെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പുറമേ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഫെയ്ത്ത് ഇൻ ആക്ഷൻ ആണ്. കർത്താവ് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും ക്രമേണ. हम अगर मृत विश्वास, मरे हुए विश्वास के बारे में देखते हैं तो वहां पे हमें क्या समझ में आता है, विश्वास मरा हुआ नहीं बल्कि कर्मों के साथ हमें उसको साबित करना चाहिए। हमारे कर्म जो है उस विश्वास को बढ़ाता है। इसलिए लिखा है कि अगर आप प्रचार करना चाहते हैं तो आपको क्या करना पड़ेगा, बाहर जाकर दूसरों से सुसमाचार सुनाना पड़ेगा। अगर आप कलीसिया के अंदर रहते हैं तो आपको दूसरों के लिए प्रार्थना करना पड़ेगा। तो अलग अलग कर्मों को करते करते ही आपके अंदर का जो विश्वास है वो और बलवंत होके बढ़ता जाएगा। മൂന്നാമത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രീച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ ഫെയ്ത്ത്, അതാണ് അല്പവിശ്വാസം, ചെറിയ വിശ്വാസം, അതാണ് കടുകുമണിയോടുള്ള വിശ്വാസം. അതാണ് കർത്താവ് പറയുന്നത്, ഈ കടുകുമണിയോളം വിശ്വാസം കൊണ്ട് ഈ മലയോട് മലയാളത്തിൽ പറയുന്ന കാട്ടത്തിയോട് കാട്ടത്തില്ല, ഈ മലയോട് ഇവിടുന്ന് മാറുവാൻ. ഞാൻ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ട്, അതിൽ നിന്ന് മലയോട് എന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം പിയോസ് ബൈബിളൊക്കെ മലയോട്, ഞാൻ പിയോസ് ബൈബിൾ അന്നോ ഇപ്പൊ പിയോസ് വായിക്കാറില്ല, റെഫറൻസ് എനിക്ക് നോക്കുന്നുള്ളൂ. അപ്പൊ അന്ന് നമ്മുടെ സത്യവേദോസം പറഞ്ഞ ഈ കാട്ടത്തിയോട് എന്ന് പറയും. അപ്പൊ മലയോട് ഞാൻ നമ്മുടെ എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അവസ്ഥയാണെങ്കിലും ചെറിയ വിശ്വാസത്തിൽ നമ്മൾ പറഞ്ഞാൽ കർത്താവ് സാധിച്ചു തരുമെന്ന് മൂന്നാമത്തെ സെക്ഷൻ ഞാൻ വായിച്ചു. और तीसरे भाग में हमने क्या देखा था, अल्प विश्वास के बारे में, थोड़ा विश्वास के बारे में देखा था। उसमें क्या बोला था कि अगर यीशु ने क्या बोला, अगर राई के दाने के बराबर तुम्हारे अंदर विश्वास है तो तुम बोलोगे इस पहाड़ को यहाँ से उखड़ कर। मैं जब अलग अलग बाइबल के अनुवाद में पढ़ता हूँ तो वहां पे ऐसे भी लिखा हुआ है कि जंगली जो शैतून का पेड़ है उसके जैसे भी, शैतून के पेड़ के बराबर भी अगर तुम्हारी परेशानी हो या पहाड़ जितनी भी परेशानियां हो, अगर अल्प विश्वास, थोड़े विश्वास से तुम बोलोगे तो वो वहां से उखड़ कर चला जाएगा। മൂന്നാമത്തെ ലിറ്റിൽ ഫെയ്ത്തില് അത് കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെഫറൻസ് വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് മാത്യു ചാപ്റ്റർ 8:26, അത് മത്തായി വിശേഷം 8-ാം അധ്യായം 26-ാം വാക്യം പറഞ്ഞ് വിശ്വാസത്തെക്കുറിച്ച് മെയിനായിട്ടുള്ള കാര്യം മത്തായി വിശേഷം 8-ാം അധ്യായം 9-ാം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരി നമുക്ക് വായിക്കാനായിട്ട് പറ്റും. और हम देख सकते हैं मत्ती के सुसमाचार उसके 8:26 में हमने इस वचन को पढ़ा था। और ऐसे काफी सारे अल्प विश्वास के बारे में बताया गया है। मत्ती के सुसमाचार 8 और 9 जो अध्याय है वो विश्वास के बारे में बताए गए हैं। അതിൽ പറഞ്ഞ് നമ്മൾ റെഫറൻസ് വേണ്ടി എടുത്തത് ബുക്ക് മാത്യു ചാപ്റ്റർ 8:26, മത്തായി വിശേഷം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ ലിറ്റിൽ ഫെയ്ത്തിൽ നമ്മൾ എടുത്തത്. ഇതിൽ പറയുന്നത് അവൻ യേശുക്രിസ്തു അവരോട് അല്പവിശ്വാസികളെ, പ്രൈസ് ലോർഡ്, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത്, പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ്, അതാണ് കർത്താവ് എഴുന്നേറ്റ് വിശ്വാസം പ്രവൃത്തി. ഇയാളെ കിടന്നോണ്ടല്ല കർത്താവ് ചെയ്തത്, കർത്താവ് ഏറ്റു നിന്നു. അതാണ് പറയുന്നത്, കർത്താവ് എഴുന്നേറ്റെന്ന് പറയുന്നത്. അതാണ് കർത്താവ് ഒരു പ്രവൃത്തി ചെയ്തതിന് മുമ്പായിട്ട് അത് പ്രവൃത്തി ചെയ്യാനായിട്ട് കർത്താവ് ഏറ്റു. പ്രൈസ് ലോർഡ്. അതാണ് കർത്താവ് എഴുന്നേറ്റ്. അതാണ് പറയുന്നത്, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. मत्ती 8:26 में क्या लिखा हुआ उसके लिए हमने वो वचन रेफरेंस के लिए लिया था। उसने उनसे कहा, हे अल्प विश्वासियों क्यों डरते हो। और वहां पे यीशु ने अल्प विश्वासियों को और इशारा करके बोला है। उसके बाद यीशु ने क्या किया, तब उसने उठकर, वहां पे क्या लिखा है, यीशु बैठा नहीं, यीशु खड़े होकर यीशु ने कर्म को करा है। यीशु ने उठकर आंधी और पानी को डांटा और सब शांत हो गया। കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇതോടെ നമ്മൾ കണ്ടെന്ന് കഴിഞ്ഞാൽ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കണം.
എഴുന്നേൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച അവസ്ഥയിൽ നമ്മൾ ഏൽക്കണം. ഈ ലോകത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് മാറ്റി കർത്താവിന്റെ വാക്തത്വത്തിൽ തൊട്ട് നമ്മൾ ഏൽക്കണം. ക്രൈസ്തവ നമ്മൾ പറഞ്ഞ വാക്തത്വം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആ വാക്തത്വം പറഞ്ഞുകൊണ്ട് നമ്മൾ ഏൽക്കണം. ക്രൈസ്തല്ലോ ഹല്ലേലൂയ. അങ്ങനെ ഈ ദൈവത്താൽ ഈ നടക്കും എന്ന് വാക്കുകൊണ്ട് നമ്മൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും എഴുന്നേൽക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ഉദ്ബോധിപ്പിക്കുന്നു. अगर हमारे जीवन में कुछ होना है तो हम सबको क्या करना पड़ेगा? हमें उठना पड़ेगा। अगर हम परमेश्वर के वायदों पर विश्वास करते हैं कि हमारे जीवन में पूरा होना है तो हमें उठना पड़ेगा। अगर परेशानियों में हमें और उसका सामना करने के लिए बल चाहिए तो हमें क्या करना पड़ेगा? उठना पड़ेगा। ऐसे ही अगर हम उठेंगे तो ही हमारे जीवन में हम उस विश्वास के कामों को पूरा करते हुए देख पाएंगे। അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ച മൂന്നാമത്തെ ഫെയ്ത്തിൽ നമ്മൾ വായിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കർത്താവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഏറിയ ഫെയ്ത്ത് നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ പ്രൈസ് ലോർഡ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം. പ്രൈസ് ലോർഡ്. ഇപ്പൊ ചർച്ചിലുള്ള ഒരു ചർച്ചിൽ ആത്മാക്കൾ വേണമെങ്കിൽ വീടിൻ്റെ അകത്ത് കുത്തിയിരുന്നത് ശരിയാകത്തില്ല. പ്രാർത്ഥന വേണം, ശരി തന്നെയാണ്. ആ പ്രാർത്ഥന നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം, പ്രാർത്ഥന കൊടുക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ടെസ്റ്റ് നമ്മൾ മറ്റുള്ളവരോട് പറയണം. സോഷ്യൽ മീഡിയകളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ പ്രഘോഷിക്കണം. എല്ലാം ഫ്രീ ആണല്ലോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന മേഖല എല്ലാം ഈ ദൈവത്തെ മാറ്റപ്പെടുത്താനായിട്ട് ഇടവരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ ആരാന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ പറയണം ഞാൻ കർത്താവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പറയാനായിട്ട് നമ്മൾ അതിനുള്ള പ്രാഗൽഭ്യം കാണിക്കണം. और हमें देखते हैं अगर हमारे विश्वास को फलवंत होता है तो हमें क्या करना पड़ेगा? हमें उसके लिए कर्म को करना पड़ेगा। अगर आप प्रभु के लिए इस्तेमाल होना चाहते हैं तो आपको बाहर निकलना पड़ेगा, सुसमाचार सुनाना पड़ेगा, आपको ट्रैक्ट बांटना पड़ेगा, आपको सोशल मीडिया के द्वारा लोगों को अभी सब कुछ फ्री में हमें मिल रहा है, आप उसको बता सकते हैं, आप उसको बांट सकते हैं। और हमें लोग पूछेंगे ये कौन है, तब हम बोल सकते हैं हम उद्धार पाए हुए बपतिस्मा लिए हुए परमेश्वर के संतान है। ये बोलने का हिम्मत हमारे अंदर होना चाहिए। അതിൽ പറഞ്ഞ മൂന്നാമത്തെ ലിറ്റിൽ ഫെയ്ത്ത് നമ്മൾ വായിച്ചത് ഗോസ്പൽ ജോൺ ചാപ്റ്റർ 21:3. അതാണ് യോഹന്നാൻ സുവിശേഷം 21 അധ്യായം 3 വാക്യം പറയുന്നു. അപ്പം ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 10:17. ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 10:17 ഇതാണ്. റോമാക്കാരുടെ ലേഖനം 10:17 വാക്യം പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇതാണ് പറയുന്നത് the faith comes by hearing and hearing by the word of God. और वहां पे क्या लिखा हुआ? रोमियो के पत्र 10:17 में लिखा है अतः विश्वास सुनने से और सुनना मसीह के वचन से होता है। നാലാമത്തെ ഫെയ്ത്ത് ആണ് നമ്മൾ എടുക്കുന്നത്. 7 സെഷനിലുള്ള 4ാമത്തെ ഫെയ്ത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് പോകുന്നു. അതിൽ ജെന്യുൻ ഇത് പറയുന്നത് അനേകം ആൾക്കാരുടെ വിശ്വാസം കർത്താവ് വർദ്ധിപ്പിക്കും. മരിച്ച അവസ്ഥ കർത്താവ് ഉണർവ് തരും. അസാധ്യങ്ങൾ സാധിക്കും. പുതിയ പ്രതീക്ഷകൾ കർത്താവ് നമുക്ക് തരും. പ്രതീക്ഷയുള്ള സ്ഥലത്ത് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അനേകം ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് ടച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. और अब तीनों स्तरों को पार करके हम चौथे विश्वास के स्तर में आ गए हैं। अब ये चौथा जो विश्वास है ये हमारे अंदर एक आशा को लेकर आएगा। अगर आशा है तो उसमें चमत्कार उत्पन्न हो सकता है और वो चमत्कार के द्वारा हम अनेक लोगों तक परमेश्वर के द्वारा हम उसमें पहुंच सकते हैं। ഇത് പറയുന്നത് നമ്മൾ ജെന്യുൻ ഫെയ്ത്ത്. നാലാമത്തെ നമ്മൾ ജെന്യുൻ ഫെയ്ത്ത്. ഇത് പറഞ്ഞ ജെന്യുൻ ഫെയ്ത്തിൽ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥ വിശ്വാസം. അതാണ് ഒറിജിനൽ വിശ്വാസം. അത് ജാടയില്ലാതെ നമ്മൾ കർത്താവിനെ പ്രവേശിക്കുക. മറ്റുള്ളവർ പറയും നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യും. പ്രൈസലോ ഞാൻ ഉൾപ്പെടെ പറയും. അത് പാടില്ല. പ്രൈസലോ ഹല്ലേലൂയ. നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ കർത്താവിന്റെ വേല നമ്മൾ പ്രഘോഷിക്കണം. പ്രൈസലോ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആകാനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥന. നമ്മളെല്ലാവരും റിയൽ ആണ്. എങ്കിൽ തന്നെയും നമ്മൾ അന്ധകാര ശക്തികൾ ചിലപ്പം മറ്റുള്ളവർ മുമ്പിൽ കാണിപ്പിക്കാനായിട്ട് ചിലപ്പോൾ നമ്മളെ കൂടി ചെയ്യിപ്പിക്കും. അതിനകത്ത് പരിപാടിക്ക് നിൽക്കരുത്. അങ്ങനെയുള്ള സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം ഇല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ദൈവത്തിന്റെ പ്രസൻസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ദൈവവേല ചെയ്യാത്തൊരു സ്ഥലത്ത് കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടത്തില്ല. और हम देख सकते हैं चौथा विश्वास क्या है? सच्चा विश्वास के बारे में। हम सब लोग असली है लेकिन हमें क्या करना है? एक असली विश्वास हमारे अंदर होना चाहिए। किसी के सामने दिखावे का, ये प्रकट करने वाला विश्वास नहीं। एक सच्चे विश्वास में ही परमेश्वर की महिमा हो सकती है, परमेश्वर काम कर सकता है। और हम लोग सब असली है लेकिन हमें ये नहीं सोचना है लेकिन अंधकार की ताकतें हमारे द्वारा गलत काम करवाने की, दिखावा करवाने की कोशिश कर सकती है लेकिन हमें उसके लिए नहीं खड़ा होना है। हमें सच्चे विश्वास को प्रकट करना है। യഥാർത്ഥ വിശ്വാസം എക്സ്പ്ലനേഷൻ പറയുന്നത് വെച്ചാല് യഥാർത്ഥ വിശ്വാസം അത് ആത്മാർത്ഥവും യാഥാർത്ഥവുമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് ഉറച്ചതും മാറ്റമില്ലാത്തതും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതുമാണ്. ഇത് വ്യാജമല്ല, അത് താൽക്കാലികമല്ല, അത് ഉറച്ച വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ.
എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മുടെ കല കണ്ടിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രൈസ് ദി ലോർഡ് കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങും എന്നൊരു ബോധ്യം. പ്രൈസ് ദി ലോർഡ്. सच्चा विश्वास मतलब क्या है? जो असली विश्वास होता है, जो दृढ़ता के साथ, स्थिरता के साथ, हिम्मत के साथ दृढ़ होकर खड़े होने वाला एक विश्वास होता है, अंत तक बने रहने वाला है। अगर कोई हमारा गला काटने के लिए भी आ जाए तो मैं प्रभु के लिए अंत तक खड़ा होऊंगा, ये बोलने वाला है सच्चा विश्वास. അതാണ് സെക്കൻഡ് തിമോത്തി ഇതിൽ എക്സ്പ്ലനേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് തിമോത്തി ഇത് ഓൺലൈൻ വായിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. ഇത് എൻ്റെ ഷെയറിംഗ് ഓപ്ഷൻ എല്ലാം ഏകദേശം കഴിഞ്ഞു. ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കൊക്കെ അതുപോലെ യൂട്യൂബൊക്കെ ബ്ലോക്കിംഗ് ആവും. ഓൾറെഡി എൻ്റെ എല്ലാം അഡ്മിൻ എല്ലാം പോയി കിടക്കുകയാണ്. പേജിന്റെ അഡ്മിൻ എല്ലാം ആയിരിക്കും ഹാക്ക് ചെയ്ത്. പ്രൈസല്ലോ. അപ്പോൾ എല്ലാവരും ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസല്ലോ. ഇത് പറയുന്നത് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 5 in this Bible saying. I would like to take the reference for genuine faith from second Timothy chapter 1 verses 5. ഇതിൽ പറയുന്നത് 2 തിമോത്തിയോസിന്റെ 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യം 5, 6, 7 ഇതിൽ എടുക്കാനായിട്ട് ആയി. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 5 ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. और हम देख सकते हैं सच्चा विश्वास, निष्कपट विश्वास के बारे में जो वचन है वो कहां पर दिया है? 2 तीमुथियुस 1:5 में दिया है, मुझे तेरे उस निष्कपट विश्वास की सुधि आती है जो पहले तेरी नानी लोईस और तेरी माता यूनीके में था, और मुझे निश्चय है कि तुझ में भी है. അപ്പം ഇതിൽ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന മാത്യു ചാക്കോയ്ക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു, ബെക്സിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു, ക്ലെയറിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഫാമിലിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. Father, in the name of Jesus Christ, I pray for them. Amen. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 7 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 6 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1 ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അത് ഒരു തലമുറയായിട്ട് വിശ്വാസം ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു അവസ്ഥ. और हम देख सकते हैं 2 तीमुथियुस 1:6 में क्या लिखा हुआ है? इसी कारण मैं तुझे सुधि दिलाता हूँ कि तू परमेश्वर के उस वरदान को जो मेरे हाथ रखने के द्वारा तुझे मिला है प्रज्वलित कर दे. और 5 में क्या लिखा है? तेरी नानी लोईस और तेरी माता यूनिका में जो विश्वास था, निष्कपट विश्वास था, वो तुझ में भी है. मतलब पीढ़ीगत वो विश्वास बदलता हुआ उनमें आ रहा है. വിശ്വാസം അത് തിമോത്തി ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. കൈവെപ്പിനാൽ കർത്താവിൽ നമുക്ക് വിശ്വാസം നമുക്ക് കിട്ടും. അതാണ് ഈ വിശ്വാസം നമുക്ക് ഇമ്പാർട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരാൾക്കുണ്ടെ കൈവച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നിലുള്ള കൃപാവരം അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഇതിലൂടെ പറയുന്നു. और विश्वास जो है वहां पे क्या लिखा है कि तुझे सुधि दिलाता हूँ. 6 में लिखा है कि तू परमेश्वर के वरदान को जो मेरे हाथ रखने के द्वारा तुझे मिला है प्रज्वलित कर. मतलब हम उस विश्वास के वरदान को एक से दूसरे व्यक्ति में उंडेल सकते हैं, उसको उस वरदानों को हम एक दूसरे में उसको उंडेल सकते हैं, हस्तांतरण कर सकते हैं. അത് പറഞ്ഞ ബുക്ക് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 7 ഇതിൽ പറഞ്ഞ 2 തിമോത്തി 1-ാം അധ്യായം ഇതിൽ 7-ാം വാക്യം പറഞ്ഞു വെച്ചാൽ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നെന്ന് വെച്ചാൽ നമ്മുടെ ദൈവം ഇതിന്റെ ആത്മാവ് പിച്ചതണ്ടി നടക്കുന്ന ആത്മാവല്ല എന്നർത്ഥം. പ്രൈസ്. നമ്മുടെ ദൈവം ശക്തിയുള്ള ആത്മാവാണ്, ബലമുള്ള ആത്മാവാണ്. പ്രൈസ്. സാത്താന്യ കോട്ടകളെയും ഇരുമ്പ് കോട്ടകളെയും തകർക്കാൻ പറ്റിയ ഡിവൈൻ പവർ ഉള്ള ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് ദൈവത്തിന്റെ വിശുദ്ധ ആത്മാവ് സെക്കൻഡ് തിമോത്തിയോട് പറയുന്നു. और 2 तीमुथियुस 1:7 में क्या लिखा है? क्योंकि परमेश्वर ने हमें भय की नहीं पर सामर्थ्य और प्रेम और संयम की आत्मा दी है. मतलब एक कोई डर का, ये भय की आत्मा नहीं है, एक सामर्थ का, एक शक्तिशाली और एक प्रेम और संयम की आत्मा जो किसी भी लोहे की चीजों को भी तोड़ सकती है. ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 verses 5, 6, 7 ഇതിൽ വായിക്കണം. നമുക്കറിയാം ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് തിമോത്തിസ് the faith started with Timothy's grandmother Lois again, and it was passed to his mother. Praise the Lord. And finally we find the same genuine faith to Timothy. Praise the Lord. I'm sure
Timothy passed this on to his children, praise Lord, and grandchildren. ഇതിൽ പറയുന്നത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കറിയാം ഫാമിലി വഴിയായിട്ടാണ് ഫെയ്ത്ത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫാദറും മതവും കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും അറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും പ്രാർത്ഥിക്കാനായിട്ട് പറ്റും, ആ ഒരു വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിനെ ആരൊക്കെ ആരാധിക്കുന്ന ഫാമിലി ഉണ്ടോ, പ്രൈസ് ദി ലോർഡ്, ആ ഫെയ്ത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വീട്ടിൽ ഫാദറും മദറിലൂടെ തന്നെ ആ പിള്ളേരിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പാർട്ട് കൊടുക്കുകയാണ്. और हम देख सकते हैं कि जैसे विश्वास जो है ये पीढ़ी से पीढ़ी यानी एक दूसरे से परिवार में सदस्य में ये फैलता जा रहा है। उसी प्रकार जो है जैसे मेरे माता पिता विश्वास में थे, तो उनका जो विश्वास है, उनका जो प्रार्थना है, उसके द्वारा मैंने जैसे पाया और मैं उसको जैसे कर पाता हूँ, उसी प्रकार जो विश्वास होता है वो माता पिता से, परिवार के भाई बंधुओं से एक दूसरे में वो बदलता रहता है, वो आगे बढ़ता रहता है। ഫോർ എക്സാമ്പിൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരാണെങ്കിൽ, വിശ്വാസം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അപ്പോൾ ചർച്ചിൽ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ചർച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ചർച്ച് പാസ്റ്റർ ആണെങ്കിലും അപ്പം പരിശുദ്ധാത്മാ നിറഞ്ഞ ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വന്ന ആൾക്കാരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഇമ്പാർട്ടേഷൻ അവർ കൊടുക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ അഭിഷേകം നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അഭിഷേകത്തിന്റെ കൃപാവരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നമുക്ക് കർത്താവ് ഇമ്പാർട്ടേഷൻ ചെയ്യുന്നതായിട്ട് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് ഒത്തിരി സ്ഥലത്ത് സാധിക്കുന്നുണ്ട്. हम देख सकते हैं अगर बपतिस्मा पाए, उद्धार पाए हुए लोग अगर एक साथ मिलकर किसी के लिए अगर प्रार्थना करते, कोई नया व्यक्ति अगर कलीसिया में आ जाता है, उनके लिए अगर प्रार्थना करते हैं, तो ये जो है ये वरदान और विश्वास जो है वो उनमें भी चला जाता है और चमत्कार के काम हम उसको देख सकते हैं। बाइबल में भी कई जगहों पर जो है हस्तांतरण जो हो रहा है बातों का, वरदानों का और विश्वास का, वो हम देख सकते हैं। ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി വായിക്കണം, 2ാം അധ്യായം വായിക്കണം, നമുക്കറിയാം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2. എല്ലാ ശിഷ്യന്മാർക്കും ഒരേ ഫെയ്ത്ത് അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിന് ഒരു ഫെയ്ത്ത്, യാക്കോബിന് വേറൊരു ഫെയ്ത്ത്, യോഹന്നാന് വേറൊരു ഫെയ്ത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോമസിന് വിശ്വസിക്കാത്ത രീതിയിലുള്ള ഫെയ്ത്ത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇവരെല്ലാവരും 120 പേര് ഒരുമിച്ച് ജെറുസലേം അപ്പർ റൂമിൽ ഒന്നിച്ചു കൂടി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ എല്ലാവർക്കും ഒരേപോലെയുള്ള ഫെയ്ത്ത് കൊടുത്തു, ഒരേ രീതിയിലുള്ള അനോയിന്റിങ് കൊടുത്തു, ഒരേപോലെ ഇമ്പാർട്ടേഷൻ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് പ്രയറിന് പവറുണ്ട്, ശക്തിയുണ്ട്. അവർക്ക് കൊടുക്കുന്ന അഭിഷേകത്തിനും ശക്തിയുള്ള അഭിഷേകം തന്നെ. हम देख सकते प्रेरितों के कार्य 2 अध्याय में वहां पे जितने भी चेले लोग थे वो लोग सब अलग अलग विश्वास रखते हैं। पतरस का अलग विश्वास था, यूहन्ना का अलग विश्वास था, याकूब का अलग विश्वास था। लेकिन क्या हुआ जब 120 लोग ऊपरी अटारी पर एक साथ इकट्ठे होकर प्रार्थना किया, तो वहां पे एक ही सामर्थ उन पे आया, एक ही अभिषेक उन पर उतरा, एक ही विश्वास के साथ वो लोग भर गए। तो हम झुंड में खड़े होते हैं उसमें सामर्थ है, हम जब झुंड में खड़े होते हैं उसमें ताकत है, परमेश्वर का बल उसके द्वारा प्रकट होता है। കുടുംബം പ്രാർത്ഥനകൾ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ വചനത്തെ അടിസ്ഥാനത്തിൽ എനിക്ക് എല്ലാവരും ഉത്സാഹിപ്പിക്കേണ്ടത് നമ്മളെ കുടുംബ പ്രാർത്ഥന, ഗ്രൂപ്പ് പ്രയർ, ഇപ്പൊ ചർച്ച് ഗ്യാതറിങ്, പ്രൈസ് ദി ലോർഡ്, ഇതേപോലെയുള്ള ആത്മാവിലുള്ള പ്രയറുകൾ നമ്മൾ ഒരിക്കലും നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഏത് സമയം ആത്മാവിൽ നമ്മൾ മറ്റുള്ളവരും നമ്മൾ എൻകറേജ് ചെയ്തിരിക്കണം. നമ്മളും കർത്താവിൽ നമ്മൾ വളരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഗ്രൂപ്പ് പ്രയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാവും. അപ്പോസ്തലപ്രവൃത്തി 12ാം അധ്യായം നമുക്കറിയാം, പത്രോസ് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്രൂപ്പ് പ്രയർ അപ്പോസ്തലപ്രവൃത്തി 14ാം അധ്യായം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 24, പൗലോസും ശീലാസും കരാത്തിൽ നിന്ന് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി ചാപ്റ്റർ 3 ഇതിൽ നമുക്കറിയാം മുഴുവനായ വ്യക്തി ഗ്രൂപ്പ് പ്രയറിൽ, പ്രൈസ് ദി ലോർഡ്. അതാണ് എല്ലാ പത്രോസും അതേപോലെ യോഹന്നാനും 2 പേരും കൂടിയാണ് ആ ടെമ്പിളിൽ ചെന്നത്. അവിടെ അവർ 2 പേരും ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് മുഴുവനായ വ്യക്തിയെ ഏൽപ്പിച്ച് നടത്തി. എവിടെയൊക്കെ ഗ്രൂപ്പ് പ്രയർ ഉണ്ടോ സാധ്യങ്ങളെ കർത്താവ് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മുടങ്ങി എന്ന് പറയുന്ന കാര്യങ്ങൾ കർത്താവ് തുറന്നു തരും, നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അതാണ് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ ഈ വിശ്വാസം വഴിയായിട്ട് എനിക്ക് എല്ലാവരും ഉത്സാഹിപ്പിക്കാനായിട്ടുള്ളത്. हमारे झुंड की प्रार्थना में सामर्थ्य हम देख सकते हैं। प्रेरितों के कार्य की पुस्तक में झुंड में जहां जहां भी प्रार्थना किया है वहां पे सामर्थ्य अद्भुत के काम प्रकट हुए हैं। प्रेरितों के कार्य 12वें अध्याय में देख सकते हैं पतरस जो है वो बंदी गृह में बाहर कैसे आया, कलीसिया के एक साथ मिलकर प्रार्थना के द्वारा। वहां पे देख सकते प्रेरितों के कार्य 16वें अध्याय में पौलुस और सीलास बंदी गृह में पड़े थे, लेकिन एक साथ मिलकर उन्होंने आराधना किया, प्रार्थना किया, वो बंदी गृह से बाहर आए। और फिर प्रेरितों के कार्य 3रे अध्याय में देख सकते हैं पतरस और यूहन्ना ने आकर जब उस लंगड़े व्यक्ति के लिए प्रार्थना किया, वो दोनों ने वहां पे एकजुट होकर झुंड में प्रार्थना करने की वजह से क्या हुआ, वो उसमें से बाहर आ पाए। तो झुंड की प्रार्थना में सामर्थ है, उसमें ताकत है, परमेश्वर उसमें अद्भुत कामों को प्रकट करता है। നമുക്ക് എവിടെയൊക്കെ ഗ്രൂപ്പ് പ്രയർ ഉണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
എവിടേക്ക് ഗ്രൂപ്പ് പ്രയർ ഇല്ലാതെ ഇരുന്നിട്ടുണ്ടോ അവിടെ കർത്താവിന്റെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഗ്രൂപ്പ് പ്രയർ നടന്ന് ഗ്രൂപ്പിൽ നിന്ന് 2 പേര് ഒന്നിൽ കൂടുതൽ ആൾക്കാർ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദാനിയേൽ ദിവസം നമുക്കറിയാം ശദ്രക് 3 യുവാക്കന്മാരെ കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. പ്രൈസ് ലോർഡ്. ഗ്രൂപ്പ് പ്രയർ എവിടെ ചെയ്തിട്ടുണ്ടോ കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല. 1-2 പേര് എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരെ മധ്യേ ഞാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് കർത്താവിന് മാറ്റാൻ പറ്റത്തില്ല. എവിടേക്ക് ആരൊക്കെ ഒരുമിച്ചിരുന്ന് കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഇന്നല്ലേ നാളെ നിങ്ങളുടെ ആ പ്രയർ റിക്വസ്റ്റ് ഗ്രാൻഡഡ്. ഇറ്റ് ഈസ് ഗ്രാൻഡഡ്. പ്രൈസ് ദി ലോർഡ്. അക്കോർഡിംഗ് ടു ദ ബൈബിൾ, because Bible is true. Gospel is true. Word of God cannot be changed. Because of this reason, whatever you are praying to the Lord, our God will grant for you either today or tomorrow or day after tomorrow. That is 100% sure according to the gospel. झुंड में जहां कहीं भी प्रार्थना हो पे अद्भुत के काम प्रकट हुए हम देख सकते हैं कि बाइबल में काफी सारे उदाहरण है झुंड की प्रार्थना में। जहां पे भी झुंड का प्रार्थना हो परमेश्वर की महिमा प्रकट हुई। जहां पे भी झुंड की प्रार्थना नहीं हुआ है और परमेश्वर की उपस्थिति की कमी को हम देख सकते हैं। हम देख सकते हैं दानियेल की पुस्तक में शद्रक मेशक अबेदनगो ने मिलकर तीनों लोगों ने प्रार्थना किया। झुंड का प्रार्थना था उनका। वहां पर उनको बड़े आपत्ति से परमेश्वर ने बचाया। और परमेश्वर के वचन में क्या लिखा, जब 2 या 3 लोग मेरे नाम से इकट्ठे होते उनके मध्य में मेरी उपस्थिति है। तो हमारा परमेश्वर का वचन कभी बदलता नहीं है। वो अगर वायदा करता है वो उसको पूरा करने वाला है, कभी ना बदलने वाला वचन को लेकर चलता है। അപ്പോസ്തലപ്രവൃത്തി നമുക്കറിയാം ഗ്രൂപ്പ് പ്രയറിന് ശക്തിയുണ്ട്. പിന്നെയും നമുക്കറിയാം മേശമേൽ ശുശ്രൂഷ ചെയ്ത സ്റ്റെഫാനോസിനെയും ഫിലിപ്പോസ് തുടങ്ങിയ നമുക്കറിയാം കുറച്ച് പേരെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാർ അവരെ തെരഞ്ഞെടുക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഗ്രൂപ്പ് പ്രയറാണ് നടന്നത്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാണ് യേശു ക്രിസ്തു തെരഞ്ഞെടുത്തത്. അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ചെയ്ത ഒരാൾ പ്രൈസ് ദി ലോർഡ് അവിടെ ഈ ഒരു പ്രശ്നം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ പ്രശ്നത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനായിട്ടും അവരെ അതിൽ നിലനിർത്തുവാനായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തനാണ്. हम झुंड की प्रार्थना को नए नियम में पूरा पढ़ सकते हैं। प्रेरितों के कार्य के पुस्तक में वहां पे क्या लिखा हुआ है कि झुंड की प्रार्थना में सामर्थ्य है। वहां पे प्रेरितों के कार्य 6 अध्याय में 7 चुनाव पुरुषों को वहां पे मेज पर सेवकाई करने के लिए चुन लिया था। उनको कैसे चुना था? उनको झुंड में उनको वहां पे जितनी भी समस्याएं थी उनका हल करने के लिए ऐसे लोगों को प्रार्थना करके एक साथ मिलकर चुना गया था। Book of Acts chapter 7, when you are reading, Stephen got died by the prosecutors. സ്റ്റെഫാനോസ് കൊല്ലപ്പെട്ടെങ്കിലും പിശാചിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ദൈവത്തിന്റെ സഭ തകർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ പണിപ്പെട്ട സഭ ഒരിക്കലും തകർത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വീണ്ടും നമുക്കറിയാം സമരയ പട്ടണം ഇളകി മറിഞ്ഞു. ഫിലിപ്പോസിനാൽ ഇളകി മറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എവിടേക്ക് ചിന്നിച്ചെറിയ ആൾക്കാർ ശിഷ്യന്മാർ ചിന്നിച്ചെറിയോ അവിടെയെല്ലാം യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നാ പറയുന്നത്. ചർച്ച് തകർന്നു എന്നല്ല, മറിച്ച് ചർച്ച് ഗോട്ട് മൾട്ടിപ്ലൈഡ്, ഇൻക്രീസ്ഡ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെക്കുകയുണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് കാണാനായിട്ട് സാധിക്കും. प्रेरितों के कार्य की पुस्तक 7वें अध्याय में हम देख सकते हैं स्तिफनुस पर पथराव करके उसे मार दिया गया। कलीसिया पे बड़ा सताव हुआ। लेकिन 8वें अध्याय में आकर हम देख सकते हैं सामरिया में बड़ा परमेश्वर का बेदारी का काम हुआ। जहां कहीं भी परमेश्वर के लोग, बच्चे लोग तितर बितर किए गए, वहां पर जाकर उन्होंने प्रार्थना करा, प्रभु के सुसमाचार को फैलाया। वहां पर ये नहीं लिखा है प्रेरितों के कार्य की पुस्तक में कि कलीसिया नाश हो गया। वहां पर लिखा है सुसमाचार फैल गया, परमेश्वर का वचन प्रबल हो गया। ऐसे हम लोग प्रेरितों के कार्य की पुस्तक में पढ़ सकते हैं। ഇന്ന് നമ്മൾ 1-2 പേര് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്ര സാധ്യങ്ങളെ കാര്യമാണെങ്കിലും കർത്താവ് അത് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും പ്രൈസ് ദി ലോർഡ് സഹോദരങ്ങൾ തമ്മിലായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, പിള്ളേരായിരിക്കാം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, രക്ഷിക്കൂടെ സ്നാനപ്പെട്ട ആൾക്കാരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേട്ടിട്ടുണ്ട്. ഇന്നലെ നാളെ നിങ്ങൾ ദൈവസഭയെ ഇളക്കി മറിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. जहां कहीं भी इकट्ठे होकर प्रार्थना किया वहां पे परमेश्वर का महान काम प्रकट हुआ है। आप हो सकता है आपके भाई बंधु हो सकता है आपके माता पिता कोई भी हो, आप अगर प्रार्थना करते हैं झुंड में इकट्ठे होकर तो वहां कहीं भी जहाँ पे परमेश्वर का नाम ऊंचा उठा गया है हर जगह पर परमेश्वर ने आप लोगों को आदर किया है और अपने महिमा उनके द्वारा प्रकट किया है। എന്റെ വീട്ടിൽ ആരും തന്നെ രക്ഷിക്കൂടെ സ്നാനപ്പെട്ടില്ല. ഞാൻ മാത്രം രക്ഷിക്കൂടെ സ്നാനപ്പെട്ടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ബെജാനത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. എന്നാലും ആരോടും ദേഷ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്കറിയാം ചർച്ചിലാണെങ്കിലും അപ്പൊ ഇപ്പം രാവിലെ ഞങ്ങൾ ചർച്ചിൽ ഞങ്ങൾക്ക് പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ പ്രൈസ് ദി ലോർഡ് ഇവിടെ സിറ്റിയിലുള്ള ചർച്ചുകളെല്ലാം ഞങ്ങൾ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. 10-25ഓളം ചർച്ച് പാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞങ്ങളെല്ലാം ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കൂട്ടായ്മയും
അതേപോലെ തന്നെ അതിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതാണ് ദൈവമക്കള് ഇന്ന് മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മൾ എവിടെയോ നമ്മളുണ്ടോ, എവിടെ നമ്മൾ ആയിരിക്കുന്നു അവിടെ എല്ലാം കൂട്ടായ്മ കണ്ടെത്തണം നമ്മൾ. ക്രൈസ്തലോ അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചാണ്, ചർച്ച വഴി നമ്മൾ ബന്ധപ്പെടണം. ക്രൈസ്തലോ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം, ഒരുമിച്ച് അവരോടൊപ്പം ഇരിക്കണം, സമയം ചെലവഴിക്കണം, ദൈവരായത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ കെട്ടുകളായിരിക്കും. കർത്താവ് വിടുതൽ തരും, സാത്താന്യ കോട്ടകൾ തകർക്കും. അങ്ങനെ തകരും നമ്മുടെ ചർച്ചകൾ വർദ്ധിക്കും. നമ്മൾക്ക് അടഞ്ഞു പോയ വഴികൾ കർത്താവ് തുറന്നു തരും. വിസയുടെ മേളിൽ കർത്താവ് തുറന്നു തരും. പുതിയ പേപ്പറുകൾ കർത്താവ് സ്റ്റാമ്പ് ചെയ്യും. പ്രൈസ്തലോ അസുഖങ്ങൾ കർത്താവ് മാറ്റും. ദേശത്ത് നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ വായ്പ വാങ്ങിയാലോ വായ്പ കൊടുക്കും. തൊടുന്ന മേഖല മൊത്തം കർത്താവ് അനുഗ്രഹം കൽപ്പിക്കും എന്ന് ബുക്ക് ഓഫ് ഡ്യൂട്ടോണമിയിൽ നിയമാർത്ഥ പുസ്തകത്തിൽ 28 അധ്യായം പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും. आप देख सकते हैं मेरे परिवार में सिर्फ मैं अकेला विश्वास में आया था और मेरे साथ कोई नहीं था, इसलिए मैं जब भी गाँव जाता हूँ ऐसा कोई नहीं है मेरे साथ वहाँ पे प्रार्थना करने के लिए, समय बिताने के लिए। इसलिए मैं ज्यादातर वहां पे जाता ना। मैं क्यों बोलना चाहता हूँ, क्योंकि हमें पिछले यहाँ पे आज सुबह यहाँ पर हमने एक पास्टर्स का मीटिंग किया था। अलग अलग जगह से पास्टर लोग हम लोग इकट्ठा होकर हम लोगों ने मिलकर प्रार्थना किया था और आराधना किया था। मैं इसलिए बोल रही हूँ क्योंकि संगति रखना और झुंड में आना बहुत ही जरूरी है, ताकि परमेश्वर के काम जहाँ कहीं भी संगति रखते हैं और फिर सामर्थ्य रीति से प्रकट होता है। वहाँ पे परमेश्वर के काम प्रकट होने की वजह से अद्भुत चिन्ह और चमत्कार, बीमार लोग चंगे होते हैं और फिर अद्भुत चमत्कार प्रकट होती है। जिनको वीजा नहीं है, पासपोर्ट नहीं, उनको वो मिलता है और लोगों के जीवन में जो बातें बंद दरवाजे हैं वो खुल जाते हैं। ऐसे अद्भुत काम जो है उनके जीवन में प्रकट होते हुए हम देख सकते हैं। 2 Corinthians chapter 13 verses 5 ഇതിൽ പറയുകയാണ്. 2 Corinthians chapter 13 verses 5, ടെസ്റ്റ് യുവർ സെൽഫ് ഫോർ ജെന്യുൻ ഫെയ്ത്ത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾക്കുള്ള दूसरे कोरिन्थियों 13:15 में क्या लिखा हुआ है? अपने आप को परखो कि विश्वास में हो कि नहीं, अपने आप को जांचो। क्या तुम अपने विषय में ये नहीं जानते कि यीशु मसीह तुम में है? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങ് ഇപ്പൊ ദൈവത്തിന്റെ വിശുദ്ധാത്മ നമ്മളോട് പറയുന്നത് വെച്ചാല്, നമ്മളെ തന്നെ നമ്മളെ വിശ്വാസത്തിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മ നമ്മളോട് ആവശ്യപ്പെടുന്നു. तो परमेश्वर की पवित्र आत्मा क्या कहते हैं कि हमें विश्वास को जांचना है, विश्वास को परखना है। ऐसे परमेश्वर की पवित्र आत्मा हमसे चाहता है। വിശ്വാസം നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികൂല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയരുത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്ത് ഈ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ, നമുക്ക് ജീവിക്കാൻ നൂർത്തില്ലാത്ത അവസരങ്ങൾ എത്ര പ്രാവശ്യം കർത്താവ് നമ്മളൊക്കെ പുതിയ വഴികൾ തുറന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. റെന്റ് കൊടുക്കാൻ നൂർത്തില്ലാത്ത അവസ്ഥ കർത്താവ് നമുക്ക് റെന്റ് കൊടുക്കാൻ അവസ്ഥ തന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണത്തിന് നൂർത്തില്ലാത്ത അവസ്ഥ കർത്താവ് അത് നമ്മളെ പരിപാലിച്ചു. വിദ്യാഭ്യാസത്തിന് പൈസ കൊടുക്കാതില്ലാത്ത അവസ്ഥയിൽ കർത്താവ് പരിപാലിച്ചു. ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാനുള്ള കൃപ കർത്താവ് തന്നു. എത്ര മാസം എത്ര നാൾ കർത്താവ് നമ്മളെ പരിപാലിച്ചു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലത്ത് കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കർത്താവിനെതിരെ പറയുന്നതിന് പകരമായിട്ട് നമ്മൾ കർത്താവിന് അനുകൂലമായിട്ട് ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ നമ്മൾ സ്വസ്ഥത്തോടു കൂടി കർത്താവിലേക്ക് അർപ്പിക്കുമ്പോൾ വീണ്ടും ഈ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് വീണ്ടും നമ്മളെ സ്വർഗ കവാടങ്ങൾ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. और अगर विश्वास का हमें परखा जाता है, कोई परिस्थिति आती है, हमें विश्वास को त्याग कर परमेश्वर को त्यागना नहीं है, हमें उस विश्वास में दृढ़ खड़ा होना है। हमें वहां पर घोषणा करना है कि नहीं, कितनी बार परमेश्वर ने हमें उस विश्वास में दृढ़ बनाकर रखा। बीते दिनों में परमेश्वर ने हमारी कमियों को पूरा किया, हमारे हर एक जरूरतों को परमेश्वर ने पूरा किया है। हम कई बार हॉस्पिटल में फीस भर नहीं पाते थे, लेकिन परमेश्वर ने हमें उस बिल को भरने के लिए मदद किया। स्कूल में हम फीस को भर नहीं पाते थे, लेकिन परमेश्वर ने वो सब कुछ हमें करने के लिए, हमारे घर में चीजों को कमी होती थी, लेकिन वो सब परमेश्वर ने हमें भरने के लिए मदद किया। तो हमें विश्वास के साथ हमें उन बातों को याद करके हमें घोषणा करना है, तो परमेश्वर हमारे हर एक जरूरतों को, आकाश के किवाड़ों को खोलकर परमेश्वर अपरंपार आशीष हम पर बरसाएगा। 2 Corinthians chapter 11 verse 23 ഇതിൽ പറയുന്നത് 2 Corinthians ലേഖനം 2 Corinthians 11 അധ്യായം 23 വാക്യം 23, 24 and 25 നമ്മൾ വാങ്ങണം. പൗലോസിന്റെ കാര്യത്തിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസ് ദൈവസഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്. പക്ഷേ വിശ്വാസത്തിന് വേണ്ടി അറിഞ്ഞ കർത്താവിനെ പിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞ കർത്താവിന് വേണ്ടി നിന്നു. ആട്ടിക്കൊണ്ടാലും വീണ് മയക്കാൻ തക്ക രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചാലും, പ്രൈസ് ദി ലോർഡ്, കപ്പൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാലും ഈ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തോടെ നിന്ന വ്യക്തിയായിരുന്നു, സങ്കുറ്റത്തോടെ നിന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്.
हम देख सकते हैं प्रेरित पौलुस के बारे में 2 कोरिन्थियों 11 के 23, 24 और 25 उन आयतों में देख सकते किस प्रकार से परमेश्वर के नाम के लिए पौलुस ने इतने कष्ट झेले, इतने दुख उठाए थे, लेकिन तब भी उसने प्रभु को इनकार नहीं किया। हर बार वो प्रभु के नाम को पुकारते हुए हर एक कैद पे होना पड़ा, उसको बंदी गृह में पड़ना पड़ा, खोड़े पड़ा, लेकिन उन सब बातों को उसने नहीं देखते हुए परमेश्वर पर दृढ़ विश्वास करते हुए खड़ा रहा। 2 Corinthians chapter 11 verse 23 and 24 and 25 Bible says, okay, 2 Corinthians 11 അധ്യായം 21 വാക്യം 24 25 വാക്യം പറയുന്നു, ക്രിസ്തുവിന്റെ ശുശ്രൂഷകരോ ഞാൻ ബുദ്ധിപരവുമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു എന്ന് പൗലോസ് പറയുന്നു. അധികം പ്രാവശ്യം തടവിലായി, അനവധി അട്ടിക്കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാർ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടുവന്ന് പൗലോസ് പറയുന്നു. वहां पे क्या लिखा हुआ है 2 कोरिन्थियों 11 का 23, 24, 25 में 23 में इस प्रकार लिखा है, क्या वे ही मसीह के सेवक हैं? मैं पागल के समान कहता हूँ, मैं उनसे बढ़कर हूँ। अधिक परिश्रम करने में, बार बार कैद होने में, कोड़े खाने में, बार बार मृत्यु के जोखिमों में। 2 Corinthians chapter 11 verse 25 ഇതിൽ പറഞ്ഞു വെച്ചാൽ 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു വന്ന പൗലോസ് പറയുന്നു. ആർക്ക് വേണ്ടി പൗലോസ് ചെയ്തു? യേശുക്രിസ്തു, എന്നെ ശക്തനായ ദൈവത്തിൽ, യേശുക്രിസ്തുവിൽ എനിക്ക് സകലവും ചെയ്യാൻ സാധിക്കും എന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവിൽ ഉറച്ചു വിശ്വസിച്ച ആ പൗലോസാണ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അക്രമമൊന്നും ദൈവത്തിന്റെ വിശ്വാസം എന്നെ വേർപെടുത്താൻ പറ്റത്തില്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപെടുത്താൻ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ദൈവ സ്നേഹം അത് അമൂല്യമായ സ്നേഹം അത്രേ. हम देख सकते हैं 2 कोरिन्थियों 11 के 24 में लिखा है, 5 बार मैंने यहूदियों के हाथ से 39 कोड़े खाए, 3 बार मैंने बेतें खाई, 1 बार मुझ पर पथराव किया गया, 3 बार जहाज जिन पर मैं चढ़ा था टूट गए, 1 रात दिन मैंने समुद्र में काटा। और ऐसे करके काफी सारे जोखिमों के बारे में बताया। वहां पे पौलुस कभी इन सब बातों को देखकर डरा नहीं, बल्कि पौलुस ने बोला कि मसीह के प्रेम से मुझे क्या अलग कर सकता है? मसीह के प्रेम से मुझे कोई व्यक्ति अलग नहीं कर सकता है। 2 Corinthians chapter 11 verse 26 ഇതിൽ പറയുവാണ്, പൗലോസിന് കിട്ടിയ അക്രമത്തെ കുറിച്ച് പൗലോസ് പറയുന്നു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, പ്രൈസ് ദി ലോർഡ്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധ്വാനം വേഴ്സസ് 28 ബൈബിൾ സെയിങ്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളയിപ്പ്, ദാഹം, പലവട്ടം പട്ടിണി, ഗീതം, നഗ്നത, വെച്ച 28 ബൈബിൾ പറഞ്ഞേ, എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കമുണ്ട്. എത്രമാത്രം അപകടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്ന പൗലോസ്, എത്രമാത്രം അപകടത്തിൽപ്പെട്ടോ അത്രമാത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നയിക്കുവാനുള്ള കൃപ പൗലോസിന് ജെനുവിൻ ഫെയ്ത്തിനാൽ ദൈവം ജെനുവിൻ ഫെയ്ത്തിലൂടെ കർത്താവ് കൊടുക്കുകയുണ്ടായി. हम देख सकते 2 कोरिन्थियों 11 के 24 में लिखा है, मैं बार बार यात्राओं में, नदियों के जोखिमों में, डाकों के जोखिमों में, अपने जाति वालों से जोखिमों में, अन्य जातियों से जोखिमों में, नगरों के जोखिमों में, जंगल के जोखिमों में, समुद्र के जोखिमों में, झूठे भाइयों के बीच जोखिमों में रहा। 27 में परिश्रम और कष्ट में, बार बार जागते रहने में, भूख प्यास में, बार बार उपवास करने में, चाड़े में, उघाड़े रहने में, 28 में, और अन्य बातों को छोड़कर जिनका वर्णन मैं नहीं करता, सब कलीसियाओं की चिंता प्रतिदिन मुझे दबाती है। ये व्यक्ति कौन है? पौलुस, जो बार बार खतरों में फंसा है, लेकिन वो कैसे उन सब बातों पर जय प्राप्त कर सका? वो अपनी निष्कपट विश्वास की वजह से, सच्चे विश्वास की वजह से वो उसमें जय प्राप्त कर सका है। ഇന്ന് എനിക്ക് കർത്താവിന്റെ വചനത്തെ അടിസ്ഥാനമാക്കി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്രമാത്രം ജീവിതങ്ങൾ താർന്ന പ്രൈസറോ ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാരെന്ന ദൈവം ഇന്ന് വാച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. പ്രൈസറോ ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത എതിരാളികൾ നിങ്ങളെ അതേപോലെ നിങ്ങളെ പീഡിപ്പിക്കുന്നു, വീട്ടുകാർ നിങ്ങളെ പീഡിപ്പിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരെ തഴയപ്പെടുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മൾ അവഹേളിക്കപ്പെടുന്നു. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. കർത്താവിന്റെ സമയം നിങ്ങളിലേക്ക് അടുത്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം പിശാച് നമ്മളെ കെട്ടാൻ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം കർത്താവിന്റെ ആ വാഗ്ദത്തം നിങ്ങളെ ഫുൾഫിൽ ചെയ്യാനുള്ള സമയം അടുത്തു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു.
मैं ऐसे लोग मुझे देख रहे हैं ऑनलाइन में, जिन लोग को कोई भी आशा नहीं है। वो लोग कह रहे हैं कि हम लोग बिल्कुल निसहाय हो चुके, बेसहारा है, हमारी कोई और मदद नहीं कर सकता। ऐसे परिस्थिति में पड़े लोग, कोई बीमारी हो सकता है, आपके जीवन का कोई परेशानी या तकलीफ हो सकता है, ऐसे लोग अगर मुझे सुन रहे हैं तो पवित्र आत्मा के ऐलान से मैं आप लोगों से कहना चाहता हूँ, शैतान आपको तोड़ नहीं पाएगा। परमेश्वर के विश्वास के द्वारा आप बाहर आ जाओगे। എത്രമാത്രം തഴഞ്ഞ വ്യക്തിയായിരുന്നു ദാനിയേല്. ദാനിയേലെ സിംഹം കൊട്ടി എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ വഴികളും അടഞ്ഞ സ്ഥലത്ത് നിന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും കൈ പിടിച്ച് ഉയർത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. कितना टूटा हुआ व्यक्ति था दानियल, पर हम परमेश्वर के वचन में देख सकते हैं, शेर की मांद में जब उसको डाल दिया, हर एक आशा जब खत्म हुई, वहां पर भी शेर का मुंह बंद करके उसको वहां से छुड़ा लिया है। കാരാഗ്രഹത്തിനാണ് ജോസഫിന് മന്ത്രി കസര കിട്ടിയെന്ന് നമുക്ക് വചനം വായിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. हम सबको पता है कि बंदी गृह में पड़े ही यूसुफ को जो है वहां पे प्रधानमंत्री की कुर्सी तक वो पहुंच पाया है। ഒന്നുമില്ലാത്ത സമയത്ത് വിതച്ചപ്പോഴാണ് നമുക്കറിയാം ഇസ്ഹാക്കിന് 100 മിഴി കൊയ്ത്ത് കിട്ടിയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബൈബിളിൽ. जहां पर कुछ नहीं था वहां पर बोने पर ही इसहाक 100 गुना फल को काट पाए, हम प्रभु के वचन में पढ़ सकते हैं। ആരൊക്കെ വഴികൾ നമ്മൾ അടച്ചിട്ടുണ്ടോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ തിരക്ക് ഒഴിച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓപ്പൺ ആകാനായിട്ട് കൽപ്പിക്കുന്നു. ഇപ്പൊ जिसने भी रास्ते बंद करे हैं, यीशु मसीह के बहुमूल्य लहू को छिड़क कर रास्ते खुल जाए, मैं भी आज्ञा देता हूँ। അടഞ്ഞ വഴികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ ഞാൻ കൽപ്പിക്കുന്നു. बंद रास्ते यीशु के नाम से खुल जाए, मैं आज्ञा देता हूँ। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും എനിക്ക് ഉത്സാഹിപ്പിക്കാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, എത്രമാത്രം നമ്മുടെ വഴികൾ അടഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. മിനിസ്റ്റർ മേലുള്ള നമുക്ക് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയിൽ വീണ്ടും പോകണം, വീണ്ടും മുന്നോട്ട് പോകണം. നമ്മൾ എത്രമാത്രം ഓടിയാലും ചിലപ്പോൾ ഒരു പ്രയോജനവും നമ്മൾ കാണും. ഒരു സമയം വരെ നമ്മൾ ഓടിയേ പറ്റത്തുള്ളൂ. ഒരു മരുഭൂമി അനുഭവം കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ആ മരുഭൂമി അനുഭവം ആണ് എന്ന് വിചാരിച്ച് നമ്മളവിടെ കിടന്ന് മരിക്കാൻ ശ്രമിക്കരുത്. അവിടെ നിന്നും നമുക്കൊരു 40 ദിവസത്തെ ഒരു യാത്ര വീണ്ടും കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ വീണ്ടും ഒരു അനദർ 40 days, വീണ്ടും അനദർ 100 days, വീണ്ടും അനദർ 300 days, 365 days വീണ്ടും ഒരു ഉണർവ് കർത്താവ് നമുക്ക് തരും. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോ വീണ്ടും പുതിയ ചിറക് കിട്ടും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും തളരത്തില്ല. വീണ്ടും പുതിയ ചിറക് വന്ന് വീണ്ടും നമ്മൾ ഫലപുഷ്ടി പ്രാപിക്കുക തന്നെ ചെയ്യും. और हम देख सकते हैं प्रभु के वचन में कैसे लिखा हुआ है कि आप अगर बेसहारा महसूस कर रहे हैं, आपको लग रहा है कि आप कुछ नहीं कर पा रहे, आप बिल्कुल श्रम रहित हो गए इस अवस्था में, लेकिन आपको हार नहीं मानना है। अगर मरुभूमि जैसी अवस्था भी आपके जीवन में आ जाएगा तो वहां पे आपको मरने के लिए तैयार नहीं होना है, वहां पे आपको खड़ा होना है, क्योंकि परमेश्वर आपको फिर से वहां पे उठा सकता है। प्रभु के वचन में क्या लिखा है, जो प्रभु यहोवा की बाट जोतते हैं वो नया बल प्राप्त करेंगे, वे उकाब के नाई ऊंचे उड़ेंगे, वे दौड़ेंगे, वे थकित ना होंगे, वे चलेंगे लेकिन श्रमित ना होंगे, ऐसे प्रभु का वचन लिखा है। 2 Timothy chapter 1:12 ഇത് പറയുന്നത് പൗലോസിന്റെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളും പൗലോസ് അത് കണക്കെടുത്തില്ല. കാരണം എന്താ വെച്ചാല് കർത്താവ് പൗലോസ് വിശ്വസിച്ച പൗലോസിനെ അറിയാം. കാരണം എന്താ വെച്ചാല് ഈ ദൈവം ശക്തനായ ദൈവം. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ദൈവം മോശയ്ക്ക് കർത്താവിന്റെ ആ മുഖം വേരും കർത്താവ് കാണിച്ചു കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കടന്നു പോകുമ്പോൾ നിനക്ക് എന്നെ പുറവശം കാണുമോ, എന്നെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് ദൈവം പറഞ്ഞു. അത്രമാത്രം ശക്തനായും അത് ശക്തനുള്ള ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മുടെ ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞ്, അബ്രഹാം, ഐ എം ദ ഓൾ മൈറ്റി ഗോഡ്, ഐ എം ദ ഗോഡ് ഓൾ മൈറ്റി, ഐ എം നോട്ട് എ നോർമൽ ഗോഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Devil is having the power. And Abraham, I have the mighty power. Praise the Lord. If devil can destroy your life, I can destroy devil, and I can take you back from the hand, from the hell to the heaven. This is what our God is saying to each and every people. Praise the Lord. Nothing to worry anything about your situation today. Our God is saying again, our God can extend your life. Our God can do the multiplication in your life. Wherever, whatever you are doing, our God can bless and increase your life. This is what our God is saying to each and every people today. दूसरे तीमुथियुस 1:12 में किस प्रकार पौलुस ने बोला है कि मैं जानता हूं कि मैंने किस पर विश्वास किया है, और उसका विश्वास कितना दृढ़ हम देख सकते हैं। हमारा परमेश्वर सामर्थ्य शक्तिशाली परमेश्वर, हम देख सकते हैं मूसा को भी परमेश्वर का चेहरा देखने को नहीं मिला था, उसने परमेश्वर का पीठ देखा था। हमारा परमेश्वर इतना तेजोमय और शक्तिशाली है। अब्राहम के समय पर हमें पता परमेश्वर ने क्या बोला उससे, कि मैं सर्वशक्तिमान हूं। हमें पता है शैतान के पास शक्ति तो है, लेकिन हमारा परमेश्वर शक्तिशाली है। अगर शैतान हमारे जीवन को नाश कर सकता है तो परमेश्वर शैतान को नाश
कर सकता है और हमारे जीवन को उसमें से पुनर्स्थापित कर सकता है। हमें ये विश्वास हमारे शक्तिशाली परमेश्वर पर होना चाहिए। അതാണ് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12. ഞാൻ ഫിനിഷ് ചെയ്യാനായിരുന്നു, 5 മിനിറ്റ് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12. ഓരോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായി, പ്രയാസങ്ങളുണ്ടായി, ആൾക്കാർ ആരും ചത്തുപോകുന്നു വിചാരിച്ചു. കപ്പലാവർത്തിപ്പെട്ട് 14 ദിവസം ഒന്നും കഴിക്കാൻ വന്നില്ല. അതുകൊണ്ട് തന്നെ കരയിലാണെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കും. പക്ഷെ വെള്ളത്തിൽ കിടന്ന് മരിച്ചു പോകുന്ന ആൾക്കാർ ചിന്തിച്ചു, തടവറയിൽ കിടന്ന ആൾക്കാരെല്ലാം ചിന്തിച്ചു, ആ പ്രിസണേഴ്സ് എല്ലാം ചിന്തിച്ചു. പൗലോസ് പറയുവാണ്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ എനിക്കൊരു ഉറപ്പുണ്ട്, അവൻ എന്നോട് സംസാരിച്ചു, ഈ കർത്താവ് എന്നെ ഉപരി പ്രത്യക്ഷനായി. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് തന്നെ ഇവിടെ കിടന്ന് നമ്മൾ മരിക്കത്തില്ല. ഞാൻ വഴിയായിട്ട് നിങ്ങളെല്ലാവരും എന്നിലൂടെ എന്നെ ഓർത്ത് കർത്താവ് നിങ്ങളെല്ലാവരും രക്ഷപ്പെടുത്തും. കാരണം I am sanctified and redeemed by the blood of Jesus Christ. Praise the Lord. This is what Apostle Paul was saying to all his companions when he was in the midst of the ship in the 14 days time. और हमें पता है कि दूसरे तीमुथियुस 1 के 12 में किस प्रकार पौलुस ने बोला है कि उसने कैसे कैसे दुख उठाए प्रभु के नाम के लिए। प्रेरितों के कार्य की पुस्तक में हम देख सकते हैं, उसके 28वें आयत में लिखा हुआ है कि वहां पे पौलुस जब जहाज में पड़ा हुआ था 40 दिन में, वहां पे कोई आशा नहीं है। सब लोगों ने बोला कि मर जाएंगे, लेकिन पौलुस ने क्या बोला? नहीं, मैंने परमेश्वर से दर्शन को पाया है, परमेश्वर से मेरा मुलाकात हुआ है, उसने बोला है कि तुम नहीं मरोगे करके। वो हिम्मत के साथ वहां पे खड़े होकर उस बीच समुद्र की परिस्थिति में भी वो हिम्मत के साथ वहां पर घोषणा कर पाया, हमारा परमेश्वर मुझे छुड़ा सकता है, वो मुझे जिंदा रख सकता है। उसने ये विश्वास किया। സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12 പൗലോസ് പറയുവാണ്, എത്ര പ്രശ്നം ഉണ്ടായിരുന്നാലും അതിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വരും. അതിൽ നിന്നെല്ലാം എത്ര താക്കോലിട്ട് നമ്മളെ ഊട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ പുറത്തു വരും. ചങ്ങൽ പൊട്ടിച്ച് ഞാൻ പുറത്തു വരും. കാരണം പൗലോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12 ഇതിൽ പറയുവാണ്, അത് നിമിത്തം ഞാൻ ഇതൊക്കെ ഞാൻ സഹിക്കുന്നു. കാരണമില്ല, എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ പരാജയപ്പെടുത്തില്ല. എനിക്ക് പ്രതീക്ഷയുണ്ട് കർത്താവിന്. ഈ കർത്താവിനെ രക്ഷിക്കും. ഈ ഒരു നാൾ കർത്താവിനെ ഉയർത്തും, ഒരു നാൾ ഈ കർത്താവിനെ മാനിക്കും, ഒരു നാൾ എന്നെ കർത്താവ് വർദ്ധിപ്പിക്കും. ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ പ്രയാസങ്ങളും ഇന്നത്തെ ഇല്ലായ്മയെല്ലാം ഒരു നാൾ കർത്താവ് മാറ്റും. ഇതിലൊരു എൻഡുണ്ട്. ആണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എല്ലാവരോടും സംസാരിക്കുന്നത്. दूसरे तीमुथियुस 1 के 12 में क्या लिखा हुआ है? पौलुस वहां पे बोल रहे कितने भी कष्ट, कितने भी दुख मेरे खिलाफ क्यों ना आ जाए, वहां लिखा इस कारण मैं इन दुखों को भी उठाता हूं पर लज्जाता नहीं। वहां पे वो डरता नहीं है और वो विश्वास रखता है, हिम्मत के साथ वो बोल रहा है कितनी भी परिस्थितियां मेरे खिलाफ क्यों ना आ जाए, लेकिन मैं हिम्मत के साथ उस डट कर उसका सामना करूंगा। वहां पे आशा रहित नहीं होऊंगा, बल्कि आशा से मैं भर जाऊंगा। ऐसे करके पौलुस वहां पे सब लोग को बोलता है। സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12 ഇതിൽ പറഞ്ഞു വെച്ചാൽ 2 തിമോത്തി ലേഖനം 1:12 വാക്യം പറയുന്നത്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ മരവിച്ച് പോകത്തില്ല, ഞാൻ ലജ്ജിക്കത്തില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? ഈ ലോകം സൃഷ്ടിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ പറ്റിയ ദൈവം, ചെങ്കടലിൽ ഭേദിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തിന് കാനാൻ ദേശം കൊടുത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേം തകർത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്കറിയാം. അതിൽ ശത്രു വശത്തെ മൊത്തം തകർത്ത് എറിഞ്ഞ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുമില്ല എങ്കിൽ തന്നെയും ഈ ദൈവം എന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം എന്നെ വർദ്ധിപ്പിക്കും, ഈ ദൈവം എന്നെ മാനിക്കുമെന്ന് പൗലോസ് ഉറച്ച് അങ്ങ് വിശ്വസിച്ചു. वहां पे 1 के 12 में क्या लिखा है? इस कारण मैं दुखों को उठाता हूं पर लज्जाता नहीं हूं। मतलब पर वहां पे पौलुस को विश्वास है कि परमेश्वर उसको कहीं से भी छुड़ा सकते हैं। ये परमेश्वर कौन सा परमेश्वर? जिसने अब्राहम को बुलाया वो वाला परमेश्वर, जिसने मूसा को बुलाया वो वाला परमेश्वर, जो लाल समुद्र को 2 भाग किया वो वाला परमेश्वर, जिसने इस्राएल को कनान देश लौटा कर दिया वो वाला परमेश्वर। हम देख सकते हैं जिसने उनके शत्रुओं को सबको तहस नहस करके उनको युद्ध जिताने वाला परमेश्वर, वो परमेश्वर उनके साथ है। पौलुस ने उस पर विश्वास किया। ഇത് പറയുകയാണ് പൗലോസ് പറഞ്ഞാല് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12 ഇതിൽ പറയുന്നത്, അവൻ എന്റെ ഉപനിധി. പ്രൈസ് ദി ലോർഡ്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. इसलिए पौलुस ने क्या बोला? मुझे निश्चय है कि वह मेरी धरोहर की उस दिन तक रखवाली कर सकता है। ഒരു നാള് ഈ ജോർദാന്റെ ഒഴുക്ക് കർത്താവ് നിർത്തും. പ്രൈസ് ദി ലോർഡ്. മമ്മക്കേടെ വരുന്ന ആ കുത്തൊഴുക്ക്, ആ കലക്കവെള്ളം കർത്താവ് നിർത്തും. നമ്മൾ അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അസാധാരണ വിടുതൽ കർത്താവ് തരും.
അസുഖങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. ക്യാൻസറിന്റെ സിംറ്റംസ് കർത്താവ് എടുത്തു മാറ്റും. HIV പോസിറ്റീവ് കർത്താവ് എടുത്തു മാറ്റും. പ്രൈസ് മുന്നോട്ട് പോകാൻ പറ്റാത്ത നിവൃത്തിയില്ലാത്ത അവസ്ഥ കർത്താവ് ബ്രേക്ക് ചെയ്യും. അതാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ നിനക്ക് മുമ്പ് പോയി മലകളെ നിരപ്പാക്കി താമ്രവാദികളെ തകർക്കുകയും ഇരുമ്പോടാമ്പിലെ ഒട്ടിക്കുകയും ചെയ്യുമെന്ന് ഐസയ ചാപ്റ്റർ 45:2 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. इससे बोला गया है कि यर्दन की नदी जो है उसके बहाव को वो रोकेगा, बाढ़ को जैसे हम कदम रखेंगे वो खत्म कर देगा, वो पानी को वो हटा देगा, वो हमारे रास्ते को साफ करेगा। इसलिए प्रभु के वचन में लिखा हुआ है कि हमारा परमेश्वर कुछ भी हमारे लिए कर सकता है। इसलिए यशायाह के 42 के 2 में लिखा है, मैं तेरे आगे आगे चलूंगा, तेरे सामने रास्तों को साफ करूंगा, तेरे लिए मैं उस लोहे के जंजीरों को तोड़ूंगा, लोहे के किवाड़ों को, तांबे के किवाड़ों को भी मैं तोड़ डालूंगा। ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പറയാണ്ടായിരിക്കുന്നു. ഇത് അനോയിന്റഡ് മെസ്സേജ് ആയിരുന്നു. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ആൾക്കാരിലേക്ക് കർത്താവ് പുതിയൊരു ജീവൻ പകരും. ഇത് കേട്ട് നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കണം. കർത്താവ് നിങ്ങൾക്ക് വിശ്വാസം തരും. നിങ്ങൾ തകരത്തില്ല. കർത്താവ് നിങ്ങളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകരാനിരിക്കുന്ന അവസരങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ കൈപിടിച്ചുയർത്തും. പുതിയ മേഖലകളിൽ കർത്താവ് നിങ്ങളെ വഴി നടത്തും. നിങ്ങൾക്ക് വിജയം കാണുക തന്നെ ചെയ്യും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഒറ്റയാണോ നോക്കരുത്. നിങ്ങൾ ഒറ്റയല്ല. ഒരു സൈന്യ ഗണം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. और मैं आपसे कहता हूँ ये बहुत ही आशीषित संदेश है। अगर आप चाहें तो आप इसको बार बार सुनना, आपके विश्वास को परमेश्वर इसके द्वारा बढ़ाएंगे। अगर आपको कई बार लगता है कि आप अकेले हैं तो आप अकेले नहीं हैं, परमेश्वर की पूरी सेना आपके संग है। പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. ഇന്ന് ഓൺലൈൻ വായിക്കുന്ന ഓരോ വ്യക്തിയോട് എനിക്ക് പറയാനായിട്ടായിരുന്നു, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങളെല്ലാവരും നമുക്ക് ഒരുമിച്ച് കൈയുയർത്തി പ്രാർത്ഥിക്കാം. ഗ്രൂപ്പ് പ്രയറിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ജെനുവിൻ ഫെയ്ത്ത് നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിലപ്പോൾ നമുക്കറിയാം, നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അസുഖമുള്ള ആൾക്കാരുണ്ട്. പാരലൈസ് ആയ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് പറയാനായിട്ട്. പാരലൈസ് ആയ ആൾക്കാർ ഓൺലൈൻ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വീൽ ചെയർ സംബന്ധമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ടച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं आप लोगों से बोलना चाहता हूँ कि आप लोग विश्वास के साथ हम लोग मिलकर हाथ उठाकर हम लोग एक साथ मिलकर झुंड में प्रार्थना करें, क्योंकि झुंड में प्रार्थना करने में सामर्थ्य है। क्योंकि मुझे पता है ऑनलाइन में काफी सारे बीमार लोग हमें देख रहे हैं, कैंसर के बीमार लोग हमें देख रहे हैं, घुटनों में बीमार लोग हम देख रहे हैं, व्हील चेयर में बैठे लोग हमें देख रहे हैं, खासतौर पर पैरालिसिस जो लकवे मारे हुए लोग हैं वो लोग भी हमें देख रहे हैं। ऐसे मुझे बोलने के लिए पवित्र आत्मा प्रेरणा को दे रहे हैं। ऐसे बीमार लोग, आप लोग सब मिलकर हम लोग हाथ उठाकर प्रार्थना करने जा रहे हैं। പ്രാർത്ഥിക്കാനായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയോടൊപ്പം ആയിരിക്കുന്ന ആൾക്കാർ നമുക്ക് ഏത് അസുഖമാണെങ്കിലും നമുക്ക് ഒരുമിച്ച് കർത്താവ് ഒത്തിരി പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഈ സശയോടെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ കേൾക്കാനുള്ള ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ ഒത്തിരി ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. കർത്താവ് ഹൃദയം തകർന്ന ആൾക്കാർ കർത്താവ് വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. प्रभु पिता, हम लोग प्रार्थना करते हैं प्रभु, जितने भी बीमार लोग हमें देख रहे हैं ऑनलाइन के द्वारा, जितने भी लोग जुड़े हुए हैं, सभी लोग के लिए हम प्रार्थना करते हैं प्रभु जी। और जितने लोग भविष्य में इस मीटिंग को, सभा को देखने जा रहे हैं, उनके लिए भी हम प्रार्थना करते हैं प्रभु जी। जितने भी बीमार लोग हैं, अलग अलग विभिन्न प्रकार की बीमारियां हैं, तरह तरह की, हम सभी के लिए अभी प्रभु हम मिलकर प्रार्थना करते हैं। കർത്താവെ, യേശു ക്രിസ്തുവിന്റെ തിരക്കൊഴിച്ച് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്പ്രിങ്കിൾ യു ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് റൈറ്റ് നൗ ദ പീപ്പിൾ ആർ സഫറിംഗ് ദ സിക്നസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അസുഖത ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലേക്ക് യേശുവിന്റെ തിരക്തം ഞാൻ ഒഴിക്കുന്നു. I sprinkle the blood of Jesus Christ right now. I apply the blood of Jesus Christ right now. I declare the healing right now in Jesus' name. In Jesus' name. In Jesus' name I pray. जितने लोग के लिए भी प्रार्थना करते प्रभु, जितने भी बीमार है प्रभु, सभी के आपके हाथों में समर्पित करते प्रभु। उनके ऊपर हम लोग यीशु मसीह के लहू को हम छिड़क कर प्रार्थना करते, यीशु के लहू को लगाकर प्रार्थना करते और यीशु के नाम से घोषणा करते कि तुम चंगे हो जाओ। ഹൃദയം തകർന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന അനേകം ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ഹൃദയം അവർക്ക് കൊടുക്കട്ടെ. പ്രതീക്ഷകൾ അവരിലേക്ക് ചെല്ലട്ടെ. കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിലേക്ക് ചെല്ലുവാനായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, touching them right now, giving thank you for renewing their mind and spirit right now, Father. In Jesus' name, I bind, I cast out, I chain all kind of evil spirit attack, all kind of evil spirit things which is coming against their life. In Jesus' name, I bind, I rebuke the spirit of devil, I chain them in the name of Jesus Christ, I pray. Amen.
मैं टूटे हुए मन लोग के लिए प्रार्थना करता हूँ प्रभु, उनको एक नया मन देना प्रभु जी, उनके टूटे हुए अवस्थाओं को हटाकर प्रभु उनके जीवन में एक नएपन की अवस्था को प्रभु जी आप देना। खास तौर पर मैं उन लोगों के लिए प्रार्थना करता हूँ जो बहुत संघर्षों से गुजर रहे हैं, मानसिक तकलीफों से गुजर रहे हैं प्रभु। मैं प्रार्थना करता हूँ हर एक दुष्ट आत्मा के बंधनों को मैं बांधता हूँ, उसको कैंसिल करके मैं प्रार्थना करता हूँ अभी के अभी वो आजाद होने पाए, स्वतंत्र होने पाए। Praise the Lord. I'm getting a vision right now. Praise the Lord. Praise the Lord. The Spirit of God is showing a vision. That means I'm saying a name called Donna. Praise the Lord. Donna. Do you understand? Yeah. The translation is utterly defeated. The opponents, you know that one, utterly defeated. Our enemies utterly defeated. Praise the Lord. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഡൊണ്ണ എന്നൊരു പേര് കാണിക്കുന്നു. അതിലൂടെ നമുക്ക് ട്രാൻസ്ലേഷൻ എനിമീസ് ആർ അറ്റർലി ഡിഫീറ്റഡ്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവ്. In Jesus' name, that is somebody, our God is showing to somebody right now. Praise the Lord. Talking to somebody right now. This is a message from the heaven right now. Donna. D-O-N-N-E-R. Right? You can check the meaning. Praise the Lord. But utterly defeated enemies. Your opponent utterly defeated. That is the meaning. In the name of Jesus Christ, thank you for the confirmation. In Jesus' name, I bind and cast out right of the spirit of sickness right now, Father. All kind of evil spirit things. In Jesus' name. In Jesus' name. In Jesus' name. I declare the healing. I declare the deliverance. I declare to get stamped the papers, Heavenly Father, in the name of Jesus Christ. I pray for the family people, the people those who are doing the family life. Heavenly Father, I pray for the people, those who are facing the court case. Heavenly Father, I pray for the people, those who are seeking their house. I pray for the people, those who are doing the ministry, the people, those who are facing the persecution, utterly defeated donor. In the name of Jesus Christ, apply the name, I pray right now. In Jesus' name I pray. मैं अभी दर्शन में देख रहा हूँ डॉनर करके, DONNER करके, जिसका मतलब है शत्रु बुरी तरीके से हार गया है। एक हार अभी शत्रु के जीवन में होने जा रहा है। ये कंफर्मेशन है, ये संदेश जो है सामर्थ्य संदेश है। ये प्रभु की आत्मा इस दर्शन के द्वारा साबित कर रहा है कि आपके जीवन में जितने भी शत्रु हैं वो बुरी तरीके से हार गए। इसलिए हर एक बीमारी को, हर एक दुष्ट आत्मा के बंधन को, और फैमिली जितने भी समस्याएं, कोर्ट के केसेस हैं, सबको हम कैंसिल करते हैं। और जितने भी परेशानी और कष्ट और क्लेश जितने भी लोगों के जीवन में, सबको हम लोग अभी कैंसिल करके प्रार्थना करते हैं और आपके जीवन में शत्रुओं को बुरी तरीके से हार की घोषणा करते हैं। പിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, I pray for, finally I pray for each and every people right now. Holy Father, thank you for your all the revelations, all this message, Father. Father God, I pray for every, once again more, I pray for everybody, those who are joined in this group, in this ministry. Praise the Lord, hallelujah. The people, those who are watching online, I pray for them. The people, I pray, Anand Jeevan, God bless you, Hannah Rai, M.D. Wilson, Arthur Wayne, and Sagar Benshan, Bensi, Sam, the Claire, Donny, and Bexy, and Sukai. Heavenly Father, I pray for all the people right now. Heavenly Father, I pray for, I bless each and every people, those who are share this gospel message, Father. Those who are watching online, Heavenly Father, I bless them. Those who are supporting by seed and prayer to this ministry, Heavenly Father, I bless them, Father. Father God, I pray for the people, those who are giving their hand directly or indirectly to shake the nations. I pray for them right now, Father. Father God, I pray for Sister Amida right now. I pray and bless her family right now. Thank you for your granting the desire, Heavenly Father, and the her desire. Heavenly Father, in the name of Jesus Christ, thank you for your setting your favor to her. I pray for her family members. I pray for India. I pray for Delhi. I pray for all the provinces in India, North India, South India. Heavenly Father, I pray for the revival. Wherever the persecution is happening, in the name of Jesus Christ, apply the blood of Jesus Christ in each cities right now, Father. In Jesus' name, Father. I declare the protection, the people, those who are preaching the gospel, I declare the protection for them, Father. Father God, I pray for the people, those who are watching in UK, Europe, and Africa, North and South America, and Asian countries. Father God, I pray for all the nations right now, Father. Heavenly Father, once again more, I pray for me, all the work which I'm doing right now, Father. Father God, once again more, I pray in Jesus' name, I pray. You want to say? Amen? Amen. It was a blessed message. Okay. എനിക്ക് അതാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മ എനിക്ക് അറിയാൻ പറ്റും. ഇത് അനുഗ്രഹിക്കപ്പെട്ടൊരു മെസ്സേജാണ്. ഇത് നമുക്ക് എല്ലാവരും കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രത്യേകിച്ച് കർത്താവ് ദൈവത്തിന്റെ വിശുദ്ധാൻ വിഷൻ തന്നെ ഡൊണ്ണാർ എന്നുള്ള വിഷൻ, അതിനെ എന്ന് വെച്ചാൽ അത് ഏത് വേടാന്ന് നോക്കണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. DONNER അതാണ്. അത് കഴിഞ്ഞാൽ utterly defeated, അതായത് our opponents are utterly defeated. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കർത്താവ് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് കാണിക്കുന്നത്. അപ്പം
എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവേലയെ നമുക്ക് ഒരുമിച്ച് പോകാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ഈ കർത്താവിന്റെ വേല എല്ലാ രാജ്യങ്ങളിലും എത്തിക്കണം, എല്ലാ നേഷൻസിലും എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ചിലപ്പം ത്യാഗങ്ങൾ കുറച്ചുണ്ടായി സഹിക്കേണ്ടതായിട്ട് വരും, ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായിട്ട് വരും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് ദീർഘായുസ് തരും, ആരോഗ്യമുള്ള ശരീരം തരും, ഹെൽത്തി ബോഡി കർത്താവ് നമുക്ക് തരും. ഇപ്പൊ എത്ര യങ്ങസ്റ്റ് ആയിട്ട് ആൾക്കാർ ലോകത്തിൽ മരിച്ചു പോകുന്നു. പക്ഷെ എങ്കിലും കർത്താവിന്റെ കൃപയാൽ നമ്മൾ നിൽക്കുന്നില്ലേ? കർത്താവിൽ ആശ്രയിക്കുന്ന ആൾക്കാർ കർത്താവ് ദീർഘായുസ് തന്നെ തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് മോശയ്ക്ക് കർത്താവ് 80 വയസ്സിലാണ് ശുശ്രൂഷ കൊടുത്തത്. ലോകക്കാർ ചിന്തിച്ച് 50 വയസ്സിൽ മരിക്കുന്നു. വീണ്ടും 40 വർഷമുള്ള കർത്താവ് കൊടുത്തു. ആ ദൈവം നമ്മുടെയും നമുക്കും നല്ലൊരു ജീവിതം കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവേലയ്ക്ക് വേണ്ടി നമുക്ക് മുഴുവൻ സമയം നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ചെലവഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി സമയമില്ല, നമുക്ക് ഭൂരിഭാഗം സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാം. ഈ കർത്താവ് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. നമ്മൾ അനുഗ്രഹം തനയായിരിക്കും. അതാണ് ദൈവത്തിന്റെ വിശുദ്ധമാണ് വചനത്തോട് പറയുന്നത്. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Have a blessed day in Jesus' name. God bless you.